ഓ ഈ സാരിക്ക് ഈ കമ്മൽ ഒട്ടും മാച്ചാവണില്ല. എന്താ ചെയ്യാ? എനിക്കൊരു സംശയം, ഇത് ഓഫീസാണോ അതോ ബ്യൂട്ടി പാർലർ ആണോ? എന്താ നീയൊക്കെ കാണിക്കുന്നത്? റെയ്ഡിനൊന്നും പോണ്ടേ? ഇവളൊക്കെ എത്ര കോലം കെട്ടിയെന്ന് പറഞ്ഞാലും കാക്ക കുളിച്ച ഒരിക്കലും കൊക്കാത്തിലിടും. കാക്ക വല്ലപ്പോഴെങ്കിലും കുളിക്കും. താമല്ല പറഞ്ഞായിരുന്നു. അല്ല, റെയ്ഡിന് പോകാൻ സമയമെന്ന് പറയാം. അതെ, മറ്റേ ആള് വന്നായിരുന്നു. ശശി സാർ ലീവാ. ആ കിഴക്കനെ ആരാ അന്വേഷിക്കുന്നത്? പിന്നെ ആരാ? ശശി സാറല്ല, ആ ഫോട്ടോഗ്രാഫർ വന്നു. അതെന്താ ഫോട്ടോഗ്രാഫർ? നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞെളിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കണ്ടേ? ഓ, പുള്ളി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വന്നാ മതി, ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കണ്ട. എന്നതാ മാലതി കാണിക്കുന്നത്? ഓ ഇത് മേക്കപ്പ് ബോക്സ്. മേക്കപ്പ് ബോക്സ്. ഇങ്ങനെ കോലം കെട്ടി അങ്ങോട്ട് ചെല്ലരുത്. സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിലോട്ടാ പോകുന്നത്. എന്താ സാറ് കാണിക്കുന്നേ? എന്താ സാധനം? ഓ ഈ സാറ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എനിക്കും വേണം സാധനം. ഞാൻ ഓഫീസറാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഇവിടെ എഴുതി ഫോട്ടോഗ്രാഫർ. അയ്യോ ഇത് വലിയ വീടാണല്ലോ. വാ എല്ലാരും വാ, കമാ. വാ. നിധി കണ്ടുപിടിച്ച വല്ല അറ ഇവിടെ കൊണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ആ പിന്നൊരു കാര്യം, ആരും വിവരക്കേടൊന്നും ചോദിക്കരുത്. ചോദിക്കുന്നത് ഞാൻ ചോദിച്ചോളാം. കൃത്യമായിട്ടൊക്കെ ഞാൻ ചോദിച്ചോളാം. അല്ല, വിവരക്കേട് മൊത്തം സാറല്ലേ ചോദിക്കണം. അതെന്റെ ഇഷ്ടം. കൂടെ കാണണം എന്ന് പറഞ്ഞതാ. ഹലോ മനോജ്, പറഞ്ഞോളൂ. സാറേ, നമ്മുടെ സൂപ്പർ സ്റ്റാർ വരുന്നു. എവിടെ? ഇപ്പോഴത്തെ ഫ്ലൈറ്റിനിങ് എത്തിയത് ഡിസ്റ്റർബ് ചെയ്യല്ലേ? മാറി നിൽക്കുക പ്ലീസ്. ഞാൻ വിളിക്കാം, പിന്നെ വിളിക്കാം. ഡിസ്റ്റർബ് ചെയ്യല്ലേ? മാറി നിൽക്കുക പ്ലീസ്. എന്താ ഇത്? മാറി നിൽക്കുക പ്ലീസ്. മാറി നിൽക്കുക പ്ലീസ്. നിങ്ങളൊക്കെ റൈഡിന് വന്നതോ അതോ ഫോട്ടോ കൾച്ചറില്ലാത്ത നാടായി. പേര് കളയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. സോറി സാർ, സാറൊന്നും അടുത്ത് നിന്നിരിക്കും. ഒരു ഉമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാ സാറേ. ഇങ്ങനെയുണ്ട് മനുഷ്യൻ, എന്തൊരു ശല്യമാണ്. എന്തോ നിങ്ങളൊക്കെ കാണിച്ചത്? നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും അടങ്ങിയിരിക്കണം. ഞാൻ റെയ്ഡിനെ കുറിച്ച് സംസാരിച്ചിട്ട് ഓടി വരാം. ഓക്കെ ഓക്കെ. കൂട്ടുകാരന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. റെയ്ഡോ ഇവിടെ നടക്കില്ല. ഞാനൊരു മെഗാസ്റ്റാർ അല്ലേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ? മേ കമിങ് സാർ? യെസ് കമിൻ. ഹലോ. റെയ്ഡ് ചെയ്യാൻ വന്നാണല്ലേ? അല്ല, ഞാൻ റെയ്ഡിനെ കുറിച്ച് പറയാൻ വന്നതാ. മനസ്സിലായി. ഞാൻ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നതെന്ന് അറിഞ്ഞ ആരോ പറയുന്നത് കേട്ട് ഓഫീസും പൂട്ടി എന്റെ വീട് വെട്ടിപ്പൊളിക്കാൻ ആയുധങ്ങളുമായി പുറപ്പെട്ടതാണല്ലേ? നിങ്ങൾ റെയ്ഡിനെ കുറിച്ച് പറയാം സാർ. ഒരു അനാഥാലയത്തിൽ നിന്നാണ് ഈ റെയ്ഡ് തുടങ്ങുന്നത്. അനാഥാലയം റെയ്ഡ് ചെയ്താൽ എന്ത് കിട്ടാനാടോ? അതെ, ഈ അനാഥാലയത്തിലാണ് നമ്മുടെ കഥാനായകൻ വളരുന്നത്. അതായത് സാറ്. ഞാനോ? ആ, അങ്ങനെ അവൻ വളർന്നു വളർന്ന് ഒരു ഇൻകം ടാക്സ് ഓഫീസറായി മാറുകയാണ്. അതും സാറാ. ഞാനോ? താൻ എന്തൊക്കെയായി പറയുന്നത്? അതെ സാർ, ഞാൻ എഴുതിയ റെയ്ഡ് എന്ന സിനിമയിലെ കഥാനായകൻ സാറാ. സാർ എനിക്ക് ഡേറ്റ് തരണം പ്ലീസ്. സാർ എനിക്കൊരു പ്രൊഡ്യൂസറെ ഒപ്പിച്ച് തരണം. എന്റെ സിനിമ പുറത്തിറങ്ങണം. സാറാ എന്റെ ദൈവം. സാറേ പ്ലീസ് സാറേ, എന്നെ രക്ഷിക്കണം സാറേ. സാറല്ലേ? അപ്പൊ താൻ കഥ പറയാൻ വന്നതാണല്ലേ? അതെ സാർ, ഇതാണ് കഥ പറയാൻ പറ്റിയ അവസരം. ബാക്കി പറയട്ടെ സാറേ? പറഞ്ഞു തൊലയ്ക്ക്. കഥ കേൾക്കൽ എനിക്കൊരു വീക്ക്നെസ് ആയി പോയില്ലേ? ഞാനിപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ വീടിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇൻകം ടാക്സിന്റെ മെയിൻ ഓഫീസർ സൂപ്പർ സ്റ്റാറിന്റെ റൂമിലേക്ക് പോയിട്ട് ഏകദേശം 3-3.5 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഈ റെയ്ഡിൽ വളരെ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ്. കേൾക്കുന്നുണ്ടോ? ഈ റെയ്ഡിൽ വിലപ്പെട്ട ഒട്ടേറെ രേഖകൾ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ റെയ്ഡ് ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഞാൻ വീണ്ടും തിരിച്ചു വരാം. കേൾക്കുന്നുണ്ടോ സാർ? ഇത് എങ്ങനെയെങ്കിലും സിനിമാ കഥയാക്കി തരണം. ഞാനിത് ഓഫീസിൽ എല്ലാവരോടും ജാടയ്ക്ക് പറഞ്ഞു പോയി. ഇത് സിനിമയാക്കിയില്ലെങ്കിൽ ഞാൻ പോകത്തില്ല. ഞാനിവിടെ കിടക്കും. ഇത് സിനിമയാക്കിയില്ലെങ്കിൽ ഞാൻ ദേഹത്ത് മണ്ണിന് ഒഴിച്ച് കത്തിച്ചിട്ട് ആ ചാരം എടുത്ത് സാറിനെ കൊണ്ട് ഞാൻ പല്ലിനേപ്പിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം.
ഇതങ്ങ് സിനിമയാക്കാൻ ശ്രമിക്കാം. എന്നാ പിന്നൊരു കാര്യം, ഈ സിനിമയ്ക്കകത്ത് 3 പാട്ടും 4 സ്റ്റണ്ടും വേണം. ഉണ്ട് സാർ, ഇതിനകത്തുണ്ട് സാറേ. ഇൻകം ടാക്സ് ഓഫീസറായ സാറേ ഒരു കോടീശ്വരന്റെ വീട്ടിൽ റെയ്ഡിന് പോവാ. അവിടെയുള്ള വില്ലന്മാരെ സാർ ഇടിക്കുന്നു. കൊള്ളാം. പിന്നെ ഈ കോടീശ്വരന്റെ മകൾ സാറിനെ പ്രേമിക്കുന്നു. അതും കൊള്ളാം. അങ്ങനെ ഒരു ഉഗ്രൻ പ്രേമരംഗം വേണം, പ്രേമം വേണം. നായിക ഞാൻ ഉദ്ദേശിച്ചതേ സാറിന്റെ കൂടെ പണ്ട് അഭിനയിച്ച ഒരു നടിയുണ്ടല്ലോ, അവരുടെ മകളുടെ മകളാ. പ്രായം അടിച്ച പൊട്ടും 13 വയസ്സെന്ന്. അത് കൊള്ളാം, അത് മതി. പ്രായം അത് മതി. നമുക്കിതങ്ങ് സിനിമയാക്കാം. സാറ് പുണ്യം ചെയ്തവനാ. എനിക്കെപ്പോഴും അഡ്വാൻസ് തരുന്നു. ചെക്ക് വേണ്ട, പണമായിട്ട് മതി. ശമ്പളം കുറവാ. എന്റെ റേഡ് ഇഷ്ടപ്പെട്ടല്ലോ. ഞാൻ വരട്ടെ സാറേ. ആയിക്കോട്ടെ. അങ്ങനെ വന്ന കാര്യം സാധിച്ചു. എന്തായി സാറേ? എല്ലാം സക്സസ്. അല്ല, എന്തു പറഞ്ഞ അദ്ദേഹം? ഇഷ്ടപ്പെട്ടോ? എന്റെ റെയ്ഡ് പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റെയ്ഡ് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ പുള്ളി പറയുന്നതേ 3 സ്റ്റണ്ടും 2 പാട്ടും വേണം. 3 സ്റ്റണ്ടും 2 പാട്ടും? സാർ എന്തോന്നായി പറയുന്നേ? സാർ ഏത് റെയ്ഡിന്റെ കാര്യമായി പറയുന്നത്? ഞാൻ എഴുതിയ സിനിമാ കഥയില്ലേ റെയ്ഡ്, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആർക്കും വേണ്ടാത്ത എന്റെ കഥയും സിനിമയാകാൻ പോകുന്നത് വന്നില്ലേ? അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ஹலோ, ஆமா சார், நாளை காலையில கண்டிப்பா வந்துடும். இன்னொரு பிரச்சனை இருக்கு. பேமெண்ட் இல்லையா? ஒரு பிரச்சனை இல்லை. ஃபுட் கண்டிப்பா கிடைக்கணும். சார், யாரோ வருது. என்னடா தொந்தரவு பண்ணுது? சார் பாரு சார். வணக்கம். നമ്മള് വരാൻ താമസിച്ചുകൊണ്ടേ ഇവർക്ക് പിണക്കമാണെന്ന് പറയുന്നു. പിണക്കമാന്നല്ല പറഞ്ഞത്. വണക്കം, ഗുഡ് മോർണിംഗ്, നമസ്തേ. നമസ്തേ, വണക്കം. சார், நீங்களா கேரளத்தில் இருந்து வந்தது? അല്ല, അതേന്ന്. நீங்களே ஹெல்ப் பண்றதுக்கு நாங்க தான் இங்க இருக்கு. ആണോ? നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിട്ടതാണെന്ന്. ഏതായാലും തമിഴും കിമിഴും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വേണം ഞങ്ങളെ സഹായിക്കാൻ. പിന്നെ റേഡിൽ നിന്നും എന്ത് കിട്ടിയാലും 50-50. ஆமா சார். ആമാന്ന് പറഞ്ഞാൽ ശരിയെന്നാണ് തമിഴില്. അപ്പൊ അണ്ണാന്ന് പറഞ്ഞ അല്ലെന്നാണോ? ഓ, എന്റെ സാറ് എന്തൊക്കെയാ സാറി പറയുന്നേ? സോറി. ഹലോ പാണ്ടികളെ, பாண்டி, நாங்க வந்து பெரிய ஆபீசர் மாரடா. ചുമ്മാതല്ല. എടോ, ഇവരിവിടുത്തെ ഓഫീസർമാരല്ല. പിന്നെ ഇവരങ്ങ് പെരിയാറിലെ ഓഫീസർമാരാണ്. സാറേ, പെരിയാറിലെ ഓഫീസറിനല്ല, പെരിയ ഓഫീസർ എന്ന് പറഞ്ഞാൽ വലിയ ഓഫീസർ. ഞാൻ പറയുന്ന ഒന്ന് എല്ലാരും കേൾക്കണം. വിലപിടിപ്പുള്ള എന്ത് രേഖ കൈ കിട്ടിയാലും അത് എന്നെ ഏൽപ്പിക്കണം. ഓക്കെ. അതായത് നിങ്ങളുടെ കയ്യില് ഒന്ന് ചോദിച്ചാൽ, നീങ്ക കയ്യിൽ രേഖ ഇരിക്കുമാ? നിങ്ങളുടെ രേഖയുണ്ടോ? വിലപിടിപ്പുള്ള രേഖയാ? ഇതാ സാർ. ഇത് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. ജോലി എളുപ്പമായല്ലോ. ഇതിന്റെ അകത്ത് സിനിമാരുടെ രേഖയുടെ ഫോട്ടോ ഇരിക്കുന്നത്. അതെ, ഇതിന് സിനിമാരുടെ രേഖയുടെ ഫോട്ടോയാ, ഈ രേഖയല്ല. ഇത് താൻ വിലപിടിപ്പുള്ള രേഖ. തമിഴ് പടത്തിൽ 20 ലക്ഷം രൂപ വാങ്ങിറേ. മണ്ടശീലോമണി അണ്ണാച്ചിമാരെ, ഈ രേഖയല്ല, ഡോക്യുമെന്റ്സും ഉണ്ടോ? വിവരം കേട്ടോ, എന്തോ. റേഡിന്റെ ബാക്കി ഇവിടെ നിന്ന് എഴുതാം. എക്സ്ക്യൂസ് മീ സാർ, ഈ പെട്ടി മാത്രം തുറക്കാൻ പറ്റുന്നില്ല. മാക്സിമം ട്രൈ ചെയ്തു. ഓ, വെരി ഗുഡ്. കണക്കിക്കൊള്ളുന്ന സമ്പാദ്യം മൊത്തം ഇതിനകത്തായിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, തല്ലിപ്പൊളിച്ചാലോ. താൻ വലിയൊരു കൂടം എടുത്തോണ്ട് വാ. നമുക്ക് ഈ പെട്ടി അടിച്ചു പൊളിക്കണം. കണ്ണാച്ചി തല്ലി പൊളിക്കണ്ട, ഞാൻ തുറന്നു തരാം. ഞാൻ അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചത് പേരിലാണല്ലോ എന്റെ ഈ പെട്ടി തല്ലിപ്പൊളിക്കാൻ നിങ്ങൾ ശ്രമിച്ചത്. വേണ്ട, ഞാൻ തുറന്നു തരാം. ഇങ്ങോട്ട് തരാം. ഇതാണ് ഞാൻ സമ്പാദിച്ച വിലപിടിപ്പുള്ള സ്വത്തുക്കൾ. ഇത് ചെക്കൻ? അതെ, ഇത്രയും കാലം ഞാൻ സമ്പാദിച്ച കോടിക്കണക്കിന് വിലയുള്ള എന്റെ വണ്ടി ചെക്കുകൾ. അപ്പൊ സാർ, നമ്മ വന്ന് 50-50 തരാം.
50 50 இது போதுமா? நீங்க தான் மலையாளி. போதுமாடா.